കർണാടകയിൽ അയോഗ്യരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന ആരോപണത്തിൽ തെളിവ് നൽകാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് നോട്ടീസ് നൽകിയത്. ഇന്ന് വൈകിട്ടോടെ സത്യവാങ്മൂലം നൽകണമെന്നാണ് നിർദ്ദേശം. പ്രസിഡന്റ് അല്പസമയം മുമ്പാണ് വാർത്താ സമ്മേളനത്തിലൂടെ വ്യാപക ക്രമക്കേട് ഉണ്ടായതിന്റെ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി തുറന്നടിച്ചത്. ഇക്കാര്യത്തിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് പ്രതികരണമായി വരുന്നത്? പ്രതീക്ഷ, കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതായത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചതുപോലെ കള്ളവോട്ട് വ്യാപകമായി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ആരൊക്കെ എന്തൊക്കെ എന്നത് സംബന്ധിച്ചിട്ടുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ, അതായത് ഏതെല്ലാം ഈ വോട്ടർ പട്ടികയിലെ ഏത് പാർട്ടിയിലാണ്, ഏത് സീരിയൽ നമ്പറിൽപ്പെട്ട ആളാണ് ഈ വ്യാജ വോട്ടർ എന്നുള്ള കാര്യം രേഖാമൂലം, അതായത് ഒരു സത്യവാങ്മൂലത്തിലൂടെ ഞങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് കൊണ്ട് തന്നെ ഈ ഓത്ത് അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അല്ലെങ്കിൽ കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ലഭിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിന്റെ ഒരു കരടും ഈ നോട്ടീസിനൊപ്പം അയച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റായ വിവരങ്ങളാണ് നൽകുന്നതെങ്കിൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ 31-ാം വകുപ്പ് പ്രകാരം തനിക്കെതിരെ നടപടി എടുക്കാവുന്നതാണ് എന്നുള്ളതും ഈ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, തെറ്റായ തെളിവ് നൽകുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 227 പ്രകാരം കുറ്റകരമാണ് എന്ന് തനിക്കറിയാമെന്നുള്ള കാര്യം കൂടി ആ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ആരോപണത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിന് തെളിവ് ലഭിച്ചില്ല എങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള പരോക്ഷമായ ഒരു സൂചനയാണ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം അയക്കുന്നതിലൂടെ നൽകിയിരിക്കുന്നത്. ശരി, പി ബസന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.